അനീഷ്, മറ്റൊരു വാർത്തയുടെ വിശദാംശങ്ങൾ കൂടി അറിയേണ്ടതുണ്ട്. തൃശൂർ വടക്കാഞ്ചേരിയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി വ്യാപകമായിട്ട് കൃഷി നശിപ്പിച്ചിട്ടുണ്ട്. ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് പുറകിൽ അകമല താഴ്വരയിലാണ് കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഇന്നലെ രാത്രിയിലും ഇന്ന് പുലർച്ചെയുമായിട്ടാണ് കൃഷി നശിപ്പിച്ചിട്ടുള്ളത്. അനീഷ്, ഈ അകമല നിവാസികൾ ആനപ്പേടിയിൽ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഏതൊക്കെ തരത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഈ കാട്ടാന ഉണ്ടാക്കിയിരിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അതിന് ഈ മേഖലയിൽ കഴിഞ്ഞ ഒരു മാസമായി നിരവധി തവണയാണ് കാട്ടാന ഇറങ്ങുന്നതെന്നാണ് കൃഷി നശിച്ചവർ പറയുന്നത്. എന്തായാലും ഈ വടക്കാഞ്ചേരി നഗരസഭയുടെ കീഴിലുള്ള പ്രദേശമാണ് ഈ അകമല ഉത്രാളിക്കാവ് എന്ന് പറയുന്നത്. ഉത്രാളിക്കാവ് നമുക്കറിയാം, പ്രസിദ്ധമായ ക്ഷേത്രമാണ് ഉത്രാളിക്കാവ് ക്ഷേത്രം. ഇതിന്റെ പുറകുവശത്തുള്ള അകമല താഴ്വരയിലാണ് ഈ കാട്ടാനക്കൂട്ടം ഇറങ്ങിയത്. ഇന്നലെ രാത്രി ഒരു സംഘം ആനകൾ ഇറങ്ങി കൃഷി നശിപ്പിച്ചിരുന്നു. തുടർന്ന് വനവകുപ്പ് എത്തി പടക്കം എല്ലാം പൊട്ടിച്ച് കുറച്ച് ശബ്ദമുണ്ടാക്കിയാണ് ഈ കാട്ടാനകളെ തുടങ്ങിയത്. പിന്നീട് വീണ്ടും ഇന്ന് രാവിലെ ഈ കാട്ടാനകൾ 4ഓളം കാട്ടാനകൾ ഉണ്ടെന്നാണ് ഈ ആളുകൾ അവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും അവിടുത്തെ ഒരു PWD കോൺട്രാക്ടറായ ഒരാളുടെ 250ഓളം വാഴകൾ ഇന്ന് രാവിലെ ഇറങ്ങിയ കാട്ടാനകൾ നശിപ്പിച്ചു. മാത്രമല്ല, സമീപത്തുണ്ടായിരുന്ന ഒരു കർഷകന്റെ 60ഓളം വാഴകളും അതുപോലെ പ്ലാവും ഉൾപ്പെടെ ഈ കാട്ടാന കൂട്ടം ഇറങ്ങി നശിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും ഈ മേഖലയിൽ വനവകുപ്പ് ജീവനക്കാർ വേണ്ട രീതിയിൽ ഇടപെടൽ നടത്തണമെന്നാണ് പറയുന്നത്. മാത്രമല്ല, അവർ ഒരു ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. വാഴാനി മുതൽ പട്ടാണിക്കാട് വരെ സോളാർ വേലി കെട്ടി, വൈദ്യുത വേലി കെട്ടി സംരക്ഷിച്ചാൽ മാത്രമേ ഈ കാട്ടാനകൾ ഈ മേഖലയിൽ സ്ഥിരമായി ഇറങ്ങുന്നത് തടയാനാകൂ എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികളുടെ കർഷകരുടെയൊക്കെ ആവശ്യം. എന്തായാലും ഇവർ ഈ കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി കഴിയുകയാണ് ഈ മേഖലയിലുള്ള നിരവധി ആളുകളും കർഷകരും. കാരണം നേരത്തെ ഇറങ്ങുമ്പോൾ 25-30 വാഴകളാണ് നശിപ്പിക്കാറെങ്കിലും ഏറ്റവും ഇത്രയധികം വാഴകൾ 300ഓളം വാഴകൾ, പൂവൻ വാഴകൾ, കുലച്ചതും കുലയ്ക്കാത്തതുമായ നിരവധി വാഴകളാണ് കാട്ടാനകൾ നശിപ്പിച്ച് തിന്ന് കട അടക്കം പൊട്ടിച്ച് ഭക്ഷിച്ച് പോകുന്ന നിലയിലാണ് ഉണ്ടായതെന്നാണ് പറയുന്നത്. എന്തായാലും വലിയ ഒരു ഭീതിയിലാണ്. മാത്രമല്ല, ജോലിക്കെല്ലാം ഉൾപ്പെടെ പോകുന്നവരുണ്ട്. ഈ കാട്ടാനകളുടെ മുന്നിൽ അകപ്പെട്ടാൽ തങ്ങളുടെ ജീവന് തന്നെ ഇത് ഭീഷണിയാകുമെന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. എന്തായാലും വനവകുപ്പ് കൃത്യമായി ഇടപെടണം. ഈ പറയുന്ന പട്ടാണിക്കാട് മുതൽ വാഴാനി മുതൽ പട്ടാണിക്കാട് വരെ സോളാർ വൈദ്യുത വേലി കെട്ടി സംരക്ഷിച്ചാൽ മാത്രമേ ഈ മേഖലയിലേക്ക് സ്ഥിരമായി ഇത്തരത്തിൽ ഇറങ്ങുന്ന കാട്ടാനകളെ തടയാനാകൂ എന്നാണ് ഇവിടെയുള്ളവർ പറയുന്നത്. ശരി, വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി.